ABC മലയാളത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ്. നമസ്കാരം സർ. നമസ്കാരം സർ. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂനിയർ അഭിഭാഷകരുടെ കാര്യങ്ങളൊക്കെ. താങ്കളൊരു അഭിഭാഷകനാണ്. ഈ സീനിയേഴ്സൊക്കെ എത്ര വലിയ പ്രശ്നക്കാരാണ്? ഒരിക്കലും അല്ല. സീനിയേഴ്സ് എത്രയോ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന സീനിയേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത് അവിടെ നടന്നത് എന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് നമ്മൾ പലരും കണ്ട കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് കാണിച്ചത് അങ്ങേയറ്റം ക്രൂരമാണ്. അതിന് അഭിഭാഷകൻ എന്ന ലേബലിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് മനുഷ്യർ തമ്മിലുണ്ടാകുന്നൊരു പ്രശ്നം, പ്രതിസന്ധി അതുണ്ടായി. അഭിഭാഷകനായതുകൊണ്ട് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും ഒരു വ്യക്തിയെ കൈയേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആര് ചെയ്താലും ക്രൂരമല്ലേ? അതങ്ങനെ തന്നെയാണ്. അഭിഭാഷകനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എത്രയോ നന്നായി ജൂനിയേഴ്സിനെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുന്ന എത്രയോ നല്ല ലോയേഴ്സ് കേരളത്തിലെയും ഇന്ത്യയിലൊക്കെ എത്രയോ പേരുണ്ട്. അതുകൊണ്ട് അഭിഭാഷകർ സീനിയേഴ്സ് ഒന്നും ക്രൂരന്മാരും ഒന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ആ കുട്ടി ഇന്നലെ എനിക്ക് ആ വിഷയത്തിൽ ഞാൻ ഇതുവരെ എങ്ങും പ്രതികരിച്ചിട്ടില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കതിൽ മനസ്സിലാവുന്ന അടിച്ചു എന്നതിനേക്കാളും ഏറ്റവും ക്രൂരമായിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം മറ്റ് കഥകൾ ഇറക്കുകയാണ്. വിക്ടിമിനെ തേജോവധം ചെയ്യാനുള്ള കഥകളും കൂടെ പ്രചരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ലോയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ നോബിളായൊരു പ്രൊഫഷനാണ്. ഒരുപാട് പ്രശസ്തരും അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളും ഒക്കെ ഉണ്ടായിരുന്ന പ്രൊഫഷനാണ്. ഗാന്ധിയും അംബേദ്കറും പട്ടേലും നെഹ്റുവും ഒക്കെ ലോ ചെയ്തിട്ടുള്ളവരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തവർ ലോയേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെ ആ വിക്ടിമിനെ, ആ കുട്ടീനെ മോശമായി കഥകൾ മെനയുന്നുണ്ട്. കഥകളൊക്കെ എത്രയോ കേട്ടിട്ടുള്ളവരാണ് നമ്മളെപ്പറ്റിയൊക്കെ ഇത് ഇറങ്ങുന്നുണ്ടെന്നേ. അത് ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് എല്ലാ പ്രൊഫഷനും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ അഭിപ്രായം ആ കുട്ടിയോട് കാണിച്ചത് അങ്ങേയറ്റം ക്രൂരമാണ്. അതിനേക്കാളും ക്രൂരമാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ കുട്ടിക്കെതിരെ ചില കഥകൾ ഇറക്കുന്നത്. അതൊട്ടും ശരിയല്ല. കാരണം പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നിങ്ങളൊക്കെ വക്കീലന്മാരെ മൊത്തം മോശമായിട്ട്, ഞങ്ങൾക്ക് സത്യത്തിൽ ചമ്മലാണ്. ആൾക്കാരോട് സംസാരിക്കുമ്പം നാണക്കേടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളെന്ന് പറയുന്നത്. അതെ, ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെയാണ് ഈ ജൂനിയേഴ്സിനോട് ഇത്തരത്തിൽ സീനിയേഴ്സ് കാണിക്കാറുണ്ടോ? താങ്കൾ ഒരു ജൂനിയർ ആണോ സീനിയർ ആണോ? ജൂനിയർ ആയിരുന്നു. പിന്നെ അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റുമല്ലോ താങ്കൾക്ക്? അല്ല, ഞാൻ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. 6 വർഷത്തോളം എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെ നിന്ന ആളാണ്. പേരെടുത്ത് പറയുകയാണെങ്കിൽ പ്രതാപേന്ദ്രൻ സാറിൻ്റെ കൂടെയും ബസന്ത് സാറിൻ്റെ ഒക്കെ കൂടെ നിന്നാണ്. അവരെന്നെ കണ്ടത് അവരുടെ മകനെ പോലെ, സഹോദരനെ പോലെയാണ്. നമുക്ക് അവർ വലിയൊരു സ്പേസ് തരികയാണ്. ആ സ്പേസിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കയറിപ്പോകുന്നത്. അപ്പോൾ അതില്ലാത്ത സീനിയേഴ്സും ഉണ്ടല്ലോ. ഓരോരുത്തർ ഇൻഡിവിജ്വൽ സ്വഭാവമല്ലേ അത് പ്രകടമാകുന്നത്. പ്രൊഫഷനിലോട്ട് കൊണ്ടുവരും. പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നവരുണ്ട്, വലിച്ചെറിയുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, ഈ പറയുന്ന പോലെ നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നവരുണ്ട്, ഒരു പൈസ പോലും കൊടുക്കാത്തവരുണ്ട്, കഷ്ടപ്പെട്ട് എടുക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നവരുമുണ്ട്. അത് ഇൻഡിവിജ്വലാണെന്നേ, അവരുടെ ക്യാരക്ടർ ഇൻഡിവിജ്വലാണ്. അത് പ്രൊഫഷനിലോട്ട് വരുമ്പോഴും പൈസയ്ക്ക് പിശുക്ക്. ഒരു 1000 രൂപ ഒരു ദിവസം കിട്ടുമ്പോൾ അതിലൊരു 100 രൂപ ജൂനിയറിന് കൊടുക്കാൻ എന്താ പ്രയാസമെന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുക്കാറുണ്ട്, ഞാൻ കൊടുത്തിട്ടുമുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ എനിക്കിങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ എനിക്കും ജൂനിയേഴ്സുണ്ട്. അങ്ങനെ ഒന്നുമല്ല ഞാൻ അവരോട് പെരുമാറുന്നത്. പക്ഷേ ചില വ്യക്തികൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് ടോട്ടലി മൊത്തവും ഈ സമൂഹം മോശമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിസന്ധിയിൽ വന്ന് പെട്ടുപോയത്. അതാണ് അതിനകത്ത് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഈ ജൂനിയേഴ്സിന് ശമ്പളം എന്നുള്ള രീതി, അത് ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു ചോദിക്കാൻ. ശമ്പളം എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ടോ? അതെങ്ങനെയാണ് അതിൻ്റെ? തീർച്ചയായിട്ടും ഈ വിഷയം സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ കുട്ടിയുടെ വിഷയം വന്നപ്പോഴാണ് ജൂനിയർ അഭിഭാഷക, അതിൻ്റെ ശമ്പളം എത്രയാണ്, എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്, എന്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഒരു ലോയർക്കുള്ളതെന്നൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതല്ലേ. പലരും ചോദിക്കും നിങ്ങളുടെ വരുമാനം എങ്ങനെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം, ഇപ്പോൾ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നല്ല നമ്മളൊരു സെൻറ്ററിലെ ഏറ്റവും നല്ല സീനിയറിനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ഉള്ള ഒരു സീനിയറിനെ നോക്കും. അവിടെ ക്രിമിനൽ കേസ് ചെയ്യുന്ന വക്കീലന്മാരെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നോക്കും. സിവിൽ കേസുണ്ട്, ചില ആൾക്കാർ ലേഡി ലോയേഴ്സിനെ നോക്കും, ചിലർ പ്രായമുള്ളവരെ നോക്കും, ചിലർ ബഡ്ഡിങ് ലോ, അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ആണെന്നേ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പോകുന്നു. അപ്പം ഈ വ്യക്തി, സീനിയർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ ജൂനിയർ ആയിരുന്നല്ലോ. പുള്ളി ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതൊരു സ്വന്തം ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് നമ്മൾ പറയത്തില്ല ഒറ്റയ്ക്ക് വഴി വിട്ടുക എന്നൊക്കെ കാരണം നമ്മൾ എല്ലാവരും ഒരേ ലോയാണ് പഠിക്കുന്നത്. കഷ്ടപ്പെട്ട് വന്നു, ഇതിൽ നിന്നതിന് ശേഷം കൊച്ചു കേസുകളൊക്കെ കിട്ടുന്നു, ഒരു സീനിയറുടെ കൂടെ നടക്കുന്നു, അവരെന്തെങ്കിലും ഒരു ബ്രീഫ് നമുക്ക് ആദ്യം കിട്ടുന്ന വരുമാനം. അതിൽ ഏറ്റവും മനോഹരമായിട്ടൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓത്തുണ്ടല്ലോ, നമ്മുടെ സത്യപ്രതിജ്ഞ, അതിൽ പറയുന്ന എല്ലാ വർഷവും പറയുന്ന ഒരു സംഭവമുണ്ട്.
ഒരു വക്കീലിന് 4 സ്റ്റേജാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത്, അത് പറയുമ്പോൾ മനസ്സിലാവും, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേസും ഇല്ല ഫീസും ഇല്ലാത്തൊരു കാലമുണ്ട്. ആ സമയത്ത് ഇതൊന്നുമില്ല, അതായത് കേസും കിട്ടത്തില്ല ഫീസും ഇല്ല. വക്കീലിൻ്റെ ഒരു ഓഫീസിൽ പോയി രാവിലെ വരുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നാൽ അതുമായിട്ട് വരുന്നു, അവിടെ ഇരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, സീനിയർ എന്താണ് ചെയ്യുന്നത് നോക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ കോടതിയിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഫയൽ പിടിക്കുന്നു, കാറിൽ കയറുന്നു, കോടതിയിൽ പോയിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം നമുക്ക് കേസും സീനിയർ തരത്തില്ല, ഫീസുമില്ല. അതൊരു ടേമാണ്. ഒരു കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ നമ്മളെ ഈ സീനിയർ ഇങ്ങനെ നോക്കുമല്ലോ, ഇവനെങ്ങനെയാണ് കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ കേസുകൾ ബ്രീഫുകൾ തരും, ഇത് പോയിട്ട് കോടതി പറയും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൂനിയറിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അതായത് കോടതിയിൽ പോയി വാ തുറന്ന് ഇത് പറയാനുള്ള ഫസ്റ്റ് ചാൻസ്. അപ്പോൾ അത് രണ്ടാമത്തെ ഘട്ടമാണ്. അത് ആ ഘട്ടത്തിന് ഞങ്ങൾ പറയുന്നത് കേസുണ്ട് ഫീസില്ല. ആദ്യം കേസും ഇല്ല ഫീസും ഇല്ല. രണ്ടാമത്തെ ഘട്ടം കേസുണ്ട് ഫീസില്ല. കാരണം ഈ ബ്രീഫ് മാത്രമേ, ചെറിയ ഫയൽ, ഇപ്പം ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട ഹിയറിങ്ങിനൊന്നും പോയി പറയാൻ പറ്റില്ല. കാരണം അത് കക്ഷി അദ്ദേഹത്തെ വിശ്വസിച്ചേൽപ്പിച്ചായിരിക്കും. അപ്പോൾ ആ റിസ്ക് സീനിയർ എടുക്കത്തില്ല. അത് പോയി പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബ്രീഫ് വരും. ആ ഒരു കാലഘട്ടമാണ്. കേസ് തരും, ഫീസ് കിട്ടത്തില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ വരുമാനം തരുമെന്നല്ലാതെ. മൂന്നാമത്തെ ഘട്ടമുണ്ട്, അതാണ് മനോഹരമായ ഘട്ടം. കേസും ഉണ്ട് ഫീസും ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു 35-40 വയസ്സൊക്കെ, ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഘട്ടമാണ്. കേസും നമുക്ക് വന്നു തുടങ്ങും പതുക്കെ. ഇപ്പം ഞാനൊരു ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ രഞ്ജിനിയായിട്ട് എൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ രഞ്ജിനിക്ക് ഒരു കേസ് വന്നു. രഞ്ജിനി എന്നെ വിളിക്കും, എന്നിട്ട് ചോദിക്കും, വിനോദെ കേസൊക്കെ സ്വന്തമായിട്ട് എടുത്ത് തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങേക്ക് വരുമ്പോഴാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഞാൻ ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പം രഞ്ജിനി ചെറിയൊരു ഫീസ് എനിക്ക് തരും, ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ ഘട്ടമാണ്. കേസും ഉണ്ട് ഫീസും ഉണ്ട് എന്ന് പറയുന്നൊരു ഘട്ടം. ഇത് നമ്മളൊരു കുറേ നാളിങ്ങനെ പോകും. അതാണ് ഒരു വക്കീലിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഘട്ടം. അത് കഴിഞ്ഞിട്ടൊരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഫീസ് മാത്രമേ ഉള്ളൂ, കേസില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഓഫീസിൽ ഒരുപാട് ജൂനിയേഴ്സ് ആവും. അങ്ങനെയുള്ള ഒത്തിരി വക്കീലന്മാരുണ്ട്. അവർ വന്ന് രാവിലെ ഇരിക്കുന്നു, ജൂനിയേഴ്സിനെ ഇപ്പം ആ ഓഫീസിൽ സിവിൽ കേസ് കാണും, ക്രിമിനൽ കേസ് കാണും, കൺസ്യൂമർ കേസ് കാണും, എല്ലാ കേസും ഇതൊക്കെ ചെയ്യാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ലോയേഴ്സും കാണും, ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള. ഇവരായിരിക്കും പിന്നെ കോടതിയിൽ പോകുന്നതും എല്ലാം ചെയ്യുന്നത്. ഈ സീനിയറിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ക്ലയൻറ്റിനെ സംസാരിക്കുക, ആ ഫീസ് വാങ്ങിച്ച് പെട്ടിയിലോട്ട് ഇടുക, ഇത് വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോവുക. അപ്പോൾ ആ ഘട്ടം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു കേസും നോക്കണ്ട, ഫീസ് മാത്രം വാങ്ങും. ഇങ്ങനെ 4 ഘട്ടമാണ് ഒരു വക്കീലിനെ സംബന്ധിച്ചുള്ളത്. എല്ലാ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജൂനിയേഴ്സിനോട് പറയാറുണ്ട്. അപ്പോൾ ഈ 4 ഘട്ടം, ഓരോ ഘട്ടവും അതിൻ്റെ പെയിനുണ്ട്. അപ്പോൾ അത് പിടിച്ചു നിൽക്കുന്നവരാണ് ലാസ്റ്റിലെത്തുക. അങ്ങനെയുള്ള ലെജൻഡറി ലോയേഴ്സ് കേരളത്തിൽ ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പോയി, ചില ഓഫീസിലൊക്കെ നമ്മൾ എറണാകുളത്തും സുപ്രീം കോടതിയൊക്കെ പോയി കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 3 മണിക്കൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക. ഇപ്പം ഹരീഷ് സാൽവെ എന്നൊക്കെ പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭമായ ലോയേഴ്സ്, അല്ലെങ്കിൽ റാം ജെഠ്മലാനി മരിച്ചുപോയി, കപിൽ സിബൽ, ഇവരുടെയൊക്കെ ഓഫീസിൽ ഒരു കേസിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചിലപ്പോൾ വെളുപ്പാങ്കാലത്ത് 3 മണിക്കായിരിക്കും. ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വലിയ ക്ലയൻസ് ഇങ്ങനെ ക്യൂ ആയിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും സീനോട് സംസാരിക്കാൻ കിട്ടുക. അപ്പോൾ ഓരോ ജൂനിയറും, അതാണ് പറയുന്നത്, ഓരോ പ്രൊഫഷനിൽ വരുന്ന ആളുടെയും സ്വപ്നം അവിടെ എത്തുക എന്നുള്ളതാണ്, അല്ലേ? ആ എത്തുന്ന ഘട്ടത്തിൽ അവർ പിടിച്ചു നിൽക്കുന്ന ഒരു പെയിനാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആ കുട്ടി പറയുന്നത്, ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അപ്പം അവർക്ക് അവിടെ ചെറിയ ഫീസൊക്കെ കിട്ടി വരുന്നൊരു സാഹചര്യമായിരിക്കാം. പെട്ടെന്ന് പറഞ്ഞു വിടുമ്പം മറ്റൊരു ഓഫീസിൽ കിട്ടത്തില്ല. അപ്പം എല്ലാ ഓഫീസിലും ജൂനിയേഴ്സ് ഉണ്ട്. അപ്പം ഒരു കുട്ടി ഇപ്പോൾ ഒരു ഓഫീസിൽ വന്നു, അവിടുത്തെ കേസുകൾ നോക്കുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ നമ്മൾ ഓഫീസിൽ ചെല്ലുന്നു. പിന്നെ നമ്മൾ ആ ഓഫീസിൻ്റെ മുഴുവൻ ചുമതലയും നമ്മളുടേതാണ്. സീനിയർ നമ്മളെ ശ്രദ്ധിക്കും. അപ്പം നമ്മളായിരിക്കും എല്ലാ കാര്യവും. അപ്പം അങ്ങനെ വളരെ ഒരു വീട് പോലെ ശ്രദ്ധിച്ചു പോകുമ്പോഴേ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വരേണ്ട ഒരു സെക്യൂരിറ്റി ഇല്ല. ഇതിന് ബോണ്ടൊന്നുമില്ല. ഇത്ര വർഷം നിന്നെ നിർത്തിക്കോളാമെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പ്രൊഫഷണലാണല്ലോ. ഇപ്പം എൻ്റെ പിന്നെ അത് വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇടയ്ക്ക് ചർച്ച വന്നു, ഒരു ജൂനിയറിന് നിശ്ചിത ശമ്പളം കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ വന്നു, അല്ലേ? ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെ അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം ഒരു ജൂനിയർക്ക് 10,000 രൂപ ഒരു സീനിയർ ഫീസ് കൊടുക്കണമെങ്കിൽ, മന്ത്ലി ഒരു ശമ്പളം കൊടുക്കണമെങ്കിൽ, ആ സീനിയർക്ക് അത്രയും വരുമാനം ഉണ്ടാവണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ആ ശമ്പളം കിട്ടൂ. എല്ലാവരും അത്രയും കഴിവ് തെളിയിച്ച അഭിഭാഷകരല്ലല്ലോ. സമൂഹത്തിൽ ഒരുപാട് അഭിഭാഷകരുണ്ട്, ഒരുപാട്. പിന്നെ ഓരോ വർഷവും എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് ലോ കഴിഞ്ഞ് വരുന്നത്. ഇപ്പം ഞാൻ ലോ പഠിക്കുന്ന സമയത്ത് 4 ലോ കോളേജേ ഉള്ളൂ. തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പിന്നെ ചില 1-2 പ്രൈവറ്റ് ലോ അക്കാഡമി. ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ലോ കോളേജും കൊടുത്തു, സർക്കാർ കാശ് വാങ്ങിച്ചുകൊണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫീസ് ആരെങ്കിലും ഈ ലേലം വരുമ്പോൾ പൈസ കൊണ്ട് കെട്ടി വെക്കും, അവർക്കൊക്കെ ലോ കോളേജ് കൊടുത്തിരിക്കുക. കൊല്ലത്ത് തന്നെ ഇപ്പോൾ പത്തനാപുരത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും വക്കീലന്മാർ വന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് പെർഫോം ചെയ്യാൻ ഓഫീസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. അതിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് എന്ത് സഹിച്ചും
മറ്റൊരു ഓഫീസ് തേടി പിടിച്ച് കിട്ടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്ത് സഹിച്ചും പിള്ളേർ ഇവിടെ നിൽക്കുന്നതും സീനിയേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം. പക്ഷേ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജൂനിയേഴ്സിന് ഉണ്ടാകുന്ന സാഹചര്യമല്ലേ? അല്ല, അതാ ഞാൻ പറയാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഇപ്പം മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് ഒരു ജൂനിയർ 3 വർഷം വരെ പ്രാക്ടീസുള്ള 30 വയസ്സിൽ താഴെയുള്ള 1 ലക്ഷം രൂപ വാർഷിക വരുമാനമില്ലാത്ത ഒരു കുട്ടിക്ക്, ഒരു ജൂനിയറായിട്ട് വരുന്ന കുട്ടിക്ക് മാസം 5000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കണമെന്ന് സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. ബാർ കൗൺസിൽ ഓഫ് കേരള അതിന് നടപടി പക്ഷേ ഇന്ന് വരെ കൊടുത്തുവെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ബാർ കൗൺസിൽ ഓഫ് കേരളയുടെയൊക്കെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഈ 5000 രൂപ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു 5-6 ഞാൻ പറഞ്ഞില്ലേ 3 ഘട്ടങ്ങളുണ്ടല്ലോ, അതിലെ ആദ്യത്തെ 2 ഘട്ടം പിടിച്ചു നിൽക്കാൻ അവന് ഈ പൈസ ആവശ്യമാണ്. സാധാരണ കുട്ടി ഇപ്പം വീട്ടിൽ സാമ്പത്തിക ഫെസിലിറ്റി ഉള്ളവർക്ക് പ്രശ്നമില്ല അല്ലേ, അല്ലെങ്കിൽ മറ്റു വരുമാനമുള്ളവർക്ക് പ്രശ്നമില്ല. ഇത് ആരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? പഠിച്ചതിന് ശേഷം ഇറങ്ങി ഇതിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കി ഇപ്പം പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ തിരിച്ചു വരുമ്പം അച്ഛന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞാൽ കൈ പൈസ കാണത്തില്ല. നമ്മൾ ഇത്ര സിനിമയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 5000 രൂപ എന്ന് പറയുന്നത്. അത് ഇതുവരെ കൊടുത്തുവെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഈ ചാനലിലൂടെ ആദ്യമായിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു ശുപാർശയുണ്ട്, അതിനുവേണ്ടി നടപടിയുണ്ട്, കോടതി വിധിയുണ്ട്. അപ്പം ഇതിനൊക്കെ ഫണ്ട് പിരിക്കുന്നുണ്ട്. വെൽഫെയർ ഫണ്ട് എന്നും പറഞ്ഞ ഒരുപാട് ഫണ്ട് വക്കീലന്മാരുടെ കയ്യിൽ നിന്നും ബാർ കൗൺസിൽ ഓഫ് കേരള പിരിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നും നിശ്ചിതമായ ഈ തുക 5000 രൂപയാണ് ഏറ്റവും മിനിമം. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ജൂനിയേഴ്സിന് കൊടുത്താൽ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രശ്നത്തോടെ ഞാൻ പറഞ്ഞുതരാം. ഈ വക്കീലന്മാർ കേസുകൾ ക്യാൻവാസ് ചെയ്യുന്നവരുണ്ട്, പൊളിറ്റിക്കൽ ക്യാൻവാസ് ഉണ്ട്, പോലീസിനെ സ്വാധീനിച്ച് കേസ് പിടിക്കുന്നവരുണ്ട്, മറ്റു തരത്തിൽ ഈ സ്വാധീനമില്ലാത്ത ഒത്തിരി എഫിഷ്യൻ്റായ കുട്ടികൾ നമ്മുടെ ഫീൽഡിലുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഈ ഗിമ്മിക്സ് എന്ന് പറയുന്നത്, പക്ഷെ അവർ ഭയങ്കര ക്വാളിറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഈ തുച്ഛമായ പണം ആവശ്യമാണ്. അവരെ സേവ് ചെയ്തില്ലേ പ്രശ്നം എന്ന് പറയും, ഇവർ ഈ ഫീൽഡ് വിട്ടുപോകും. അതായത് വളരെ റെപ്യൂട്ടഡായ ഫാമിലിയിൽ നിന്ന് വരുന്ന, കാശിന് വേണ്ടി എന്ത് നെറികേടും കാണിക്കാത്ത ഒത്തിരി ജൂനിയേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്ക് ഈ പൈസ ആവശ്യമാണ്. അവർക്ക് മറ്റവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് 5000 രൂപ പ്രധാനപ്പെട്ടതാണ്. അവർക്കിത് കൊടുത്തില്ലെങ്കിൽ അവർ ഫെഡപ്പായിട്ട് ഇത് കളഞ്ഞിട്ട് പോകും അല്ലേ. ഈ പ്രൊഫഷൻ കളഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ അവിടെ ആരായിരിക്കും നിലനിൽക്കുന്നത്? എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ അനുകൂലത്തെ ടീംസ് ആയിരിക്കും. അതായത് നമ്മുടെ താഴേക്കിടയിലുള്ള, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികൾ, പഠിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയുള്ള, ഒരുപക്ഷെ സമൂഹത്തിന് ഉന്നത തലത്തിൽ എത്തേണ്ടുന്ന വിദ്യാർത്ഥികൾ പിന്നീട് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് സാമൂഹ്യ പ്രശ്നമാണ്. അതിന് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ 5000 രൂപ എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റൈപ്പൻഡ് വെച്ചിരിക്കുന്നത്. അത് കൊടുക്കേണ്ടത് സർക്കാരല്ല, ബാർ കൗൺസിൽ ഓഫ് കേരളയാണ്. അത് കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം അവരുടെ കണ്ണ് തുറക്കട്ടെ. അങ്ങനെയുള്ള കുട്ടികളെ ഇത് നിലനിർത്തണം. അങ്ങനെ നിന്നാൽ നമ്മുടെ ഫീൽഡ് മനോഹരമായിരിക്കും. ഇല്ലെങ്കിൽ ഈ അനുകൂലത്തെ ടീമുകളൊക്കെ ഇതിനകത്ത് കിടന്ന് അടിയുണ്ടാക്കി ഈ പ്രൊഫഷൻ നശിക്കും. ഈ പ്രൊഫഷൻ നശിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് തകരുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.